പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഫാമിലിയുടെ കഥയാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ. ഈ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പല ഭാര്യ ഭർത്താക്കന്മാരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ, ഒരു അനിയൻ കോളേജിൽ പഠിക്കുന്നു. ചേട്ടൻ കല്യാണം കഴിച്ചു, അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ അവരൊരു കുടുംബം, അങ്ങനെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി. അവരങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നു. ചേട്ടനാച്ചന് നല്ല ജോലിൻ്റെ, അനിയൻ പഠിച്ച ജോലിക്ക് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ സുന്ദരിയായ ചേട്ടത്തിയമ്മ, അങ്ങനെ അവരെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ത്രീക്ക് ഭർത്താവ് പരിപാടി ചെയ്യുന്നത് പോരാ. അപ്പോൾ എന്താ വെച്ചാൽ, ഒരു ദിവസം ഇതുപോലെ തന്നെ പരിപാടി ചെയ്യുന്ന സമയത്ത് കല്യാണം കഴിച്ച അന്ന് മുതലുള്ള ആ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ദിവസം വിചാരിക്കുമ്പോൾ തോറും അടുത്ത പരിപാടിക്കെങ്കിലും അത് ശരിയാവും, അല്ലെങ്കിൽ അടുത്ത പരിപാടിക്കെങ്കിലും ശരിയാവും. ഒന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കെട്ടിപ്പിടിച്ച് പരിപാടി ചെയ്യാനായിട്ട് ഉള്ളിൽ കയറ്റി കഴിയുമ്പോഴേക്കും അവൻ്റെ പരിപാടിയും കഴിഞ്ഞ് ചെയ്തു അവൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ വിളി പറയും, നിങ്ങൾ ഈ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പരിപാടികൾ നീട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ കഴിക്കണം. അപ്പോൾ എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ, ഇവർ തമ്മിൽ ഭയങ്കര വഴക്ക്, ബെഡ്റൂമിൽ വഴക്ക് കേൾക്കും. വഴക്ക് കൂടുമ്പോൾ അത് അപ്പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അനിയൻ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുക. ഈ പരിപാടി ചെയ്യുന്ന ശബ്ദം കേൾക്കും. ആ പരിപാടി ചെയ്യുന്ന ശബ്ദം കേട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു വഴക്ക് കൂടുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് ചേട്ടത്തിയമ്മ ബാത്റൂമിലേക്ക് പോകുന്നത് കാണാം. ഇത് ഇവൻ ദിവസം കാണുന്നതാണ്, ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ വെച്ചാൽ, ഭർത്താവ് പരിപാടി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇവൾക്ക് മതിയാവാണ്ട് വരുമ്പോൾ ഇവൾക്ക് പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരമല്ലേ, ശരീരത്തിന് പിന്നെ ഒരു ആഗ്രഹം, എന്തെങ്കിലും ശരീരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട സമയം പുറത്ത് പോകാണ്ട് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് അതേതല്ല ബുദ്ധിമുട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാവും. ഈ പെണ്ണ് എന്നിട്ട് എന്തെന്ന് വെച്ചാൽ, ഭാര്യ എന്തെന്ന് വെച്ചാൽ വേഗം ബാത്റൂമിൽ പോയിട്ട് ഈ ബാക്കി പരിപാടികളും സ്വയംഭോഗം ചെയ്തിട്ട് കളയാറാണ് പതിവ്. അങ്ങനെയൊരു ദിവസം ഈ പെണ്ണ് കിടന്നുറങ്ങണത്. ഇത് ദിവസം ഈ വഴക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ദിവസം അനിയന് ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. ചേട്ടത്തിയമ്മയല്ലേ, ചേട്ടത്തിയമ്മയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിരുന്നാലും ഒരു ദിവസം അവൻ ചോദിച്ചു, എന്താ ചേട്ടത്തിയമ്മ, കുറേ കാലമായില്ല ഞാൻ അത് കേൾക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള എന്താ പ്രശ്നം, നിങ്ങളെന്താ ഈ വഴക്ക് കൂടുന്നത്? അപ്പോൾ പറഞ്ഞു, അതൊന്നും നോക്കണ്ടടാ, നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും, അതിലിപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല ചേട്ടത്തിയമ്മ, എൻ്റെ അവിടെ സത്യം പറ, എന്താണ് കാര്യം, യഥാർത്ഥമായിട്ട് ചേട്ടൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റെന്താണ്? ചേട്ടത്തിയമ്മനോട് പറ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാമെന്ന് പറഞ്ഞു. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞോടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊന്നുമില്ല, അതൊന്നും നിനക്ക് പരിഹരിക്കാൻ പറ്റിയ കാര്യമില്ല, ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ വർത്താനം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അവളങ്ങോട്ട് പോകും. അപ്പോൾ ഇവന് കാര്യങ്ങളൊക്കെ ഇവനറിയാം. എന്തായാലും ചേട്ടത്തിയമ്മ പറയണില്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും ഒരു ദിവസം ഇതുപോലെ തന്നെ അന്ന് വൈകുന്നേരം ഇതന്നെ ഉണ്ടായി. അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരണോട് കൂടിയിട്ട് ഇവൻ ബാത്റൂമിൻ്റെ പുറത്ത് ചെകിടും വെച്ച് നിൽക്കുക. ഇത് കണ്ടപ്പോൾ ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലായി, ഇവനെല്ലാം മനസ്സിലാക്കി എന്ന് മനസ്സിലായി. അന്ന് ഇതുപോലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോയപ്പോൾ ഇവൻ വീണ്ടും ചേട്ടത്തിയമ്മയോട് ചോദിച്ചു, ചേട്ടത്തിയമ്മ, ഞാൻ ഇന്നലെയും ചെന്നു ഈ കാര്യങ്ങൾ വഴക്കമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ചേട്ടത്തിയമ്മ അകത്തേക്ക് പോകുന്നതും കണ്ടു, ബാത്റൂമിലേക്ക് പോകുന്നതും കണ്ടു. ചേട്ടത്തിയമ്മ അവിടെ എന്താ ചെയ്തതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നെല്ലും ബദലൊക്കെ തിരിച്ചറിയണ പ്രായം എനിക്കായല്ലോ. അപ്പോൾ നിങ്ങളുടെ വഴക്കിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. ഈ ചേട്ടത്തിയമ്മ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ചേട്ടനെ എൻ്റെ രീതിയിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരാനോ പരിപാടി ചെയ്തു തരാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇത്തിരി സമയമെടുത്ത് ചെയ്തു തരാനോ ഒന്നും നിൻ്റെ ചേട്ടന് കഴിയുന്നില്ല. ചേട്ടൻ എന്നും വരും, ആ വലിയ വീരവാദമൊക്കെ അടിക്കും, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറ്റും, അതോടുകൂടി സംഗതി കഴിഞ്ഞ് ആൾ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ നിർബന്ധിച്ചാൽ പറയും, അതൊക്കെ നീ നാളെ ആവാം, ഇന്ന് നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ദിവസം അവിടെ നടക്കുന്നത്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവുമെന്ന് വെച്ചാൽ ഇത്രയും നാൾ കാത്തിരുന്നു. ആളാച്ചനെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമില്ല, ഞാൻ എന്ത് ചെയ്യാനിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ശരിയാവും, ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ അത്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ വിഷമങ്ങളോ ടെൻഷനുകളോ ഒക്കെ ഉണ്ടാവാൻ ചേട്ടന്, അതുകൊണ്ടായിരിക്കാം ചേട്ടത്തിയമ്മ കുറച്ച് വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ അതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞാൽ അവൻ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചേട്ടത്തിയമ്മനെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒരു ടൂറ് പോകണം. അപ്പോൾ ആ ടൂറ് പോകണമെന്ന് ഈ 2 പേരും വിളിച്ചിട്ട് പറഞ്ഞുടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അപ്പോൾ ആ 2 ദിവസം നീ ചേട്ടത്തിയമ്മനെ നോക്കണം, നീ കളിച്ച് നടക്കരുത്, നന്നായി പഠിക്കണം, ഇങ്ങനെ എല്ലാ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആൾ പോയി. അപ്പോൾ അന്ന്
എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ രാത്രി പഠിക്കുന്ന നേരത്ത് ചേട്ടത്തിയമ്മ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് നന്നായി ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കി ഇവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തിയമ്മയല്ലേ എന്നുള്ള നിലയിൽ ചെറിയൊരു അകൽച്ചയുണ്ട്. അപ്പോൾ ആ അകൽച്ച ഇവൾക്കും പെട്ടെന്ന് ഇവനോട് എന്തെങ്കിലും ഇത് ചോദിക്കാനോ ഇങ്ങനെ ഒന്ന് കയറി പിടിക്കാനോ എന്നൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്കും ഉണ്ട്. അപ്പോൾ പാലൊക്കെ കൊടുത്ത് കുറച്ച് ഡബിൾ മീനിങ്ങിലൊക്കെ ഇവനോട് സംസാരിച്ചു. പക്ഷേ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവനത് ഒരു മൈൻഡ് ചെയ്യാണ്ട് കളഞ്ഞു. അപ്പോൾ ഇവൾ വിചാരിച്ചു ഇവന് ഏതൊക്കെയോ ലൈനുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇപ്പം ഞാനിതുപോലെ വന്നിട്ട് പോലും അവനത് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോലും അവൻ എന്നെ പിടിച്ചില്ല, എനിക്ക് ഒരു സുഖം തന്നില്ല എന്നുള്ളൊരു വിഷമത്തിൽ ചേട്ടത്തിയമ്മ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതുപോലെ തന്നെ ഇവൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ്റെ റൂമിലൊന്ന് എത്തിച്ച് നോക്കിയപ്പോൾ ഇവൻ ചാറ്റ് ചെയ്യുക ഏതോ ഒരു പെണ്ണായിട്ട്. ചാറ്റ് ചെയ്യാന്ന് മാത്രമല്ല പൈസ കൊടുത്ത് ചാറ്റിങ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പൈസ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പെണ്ണ് ഓരോന്നോരോന്ന് അയച്ചു തരും, അങ്ങനെ ചെയ്തു തരും. അപ്പോൾ അതിനനുസരിച്ച് ഇവൻ ഇവിടെ ഇരുന്നിട്ട് സ്വയംഭോഗം ചെയ്യും. ഇത് ചേട്ടത്തിയമ്മയോട് ഒളിഞ്ഞത് കണ്ടു. അമ്പട കള്ള, അപ്പം നിനക്ക് പ്രേമം കാര്യങ്ങളൊന്നും ആരോടും ഇല്ല, നിനക്ക് ഹാബിറ്റ് ഇതാണല്ലേ, ശരി നിന്നെ ഞാൻ പൊളിച്ച് തരാം എന്നുള്ള ചേട്ടത്തിയമ്മ വിചാരിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ബൂസ്റ്റിട്ട് കലക്കി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു നീ ഇന്നലെ നിനക്ക് ചോദിച്ചു നിനക്ക് വല്ല പ്രേമ കാര്യങ്ങളും, എനിക്കൊന്നും പ്രേമം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നീ ഇന്നലെ ചാറ്റ് ചെയ്തതും നീ സ്വയംഭോഗം ചെയ്തതും നീ വാലടച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനെല്ലാം നോക്കി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ ചമ്മലായി. അപ്പോൾ ചേട്ടനില്ലാത്തൊരു കുറവ് നീ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. നിന്നെ അച്ഛൻ്റെ നല്ല ബോഡി നല്ല ശരീരമാണ്, അപ്പോൾ നീ നന്നായി ചെയ്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേട്ടനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 2 ഇഞ്ചാണല്ലോ, നിനക്ക് അതിനേക്കാളും വലിപ്പം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവൾ പറയണ്. അപ്പോൾ ഇവൻ്റെയും കൺട്രോൾ പോയി. അങ്ങനെ ഒരു പരിപാടിയാണ്. പക്ഷേ ആ പരിപാടിയിലും ഇവൾ സംതൃപ്തിയല്ല. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല. എന്നിട്ട് ഇവൾ ചോദിച്ചു, ചേട്ടത്തിയോട് ചോദിച്ചു, ചേട്ടത്തി എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ? പോരാ, എനിക്കങ്ങോട്ട് തൃപ്തിയായില്ല, നീ നിൻ്റെ ചേട്ടൻ്റെ പോലെ തന്നെയാണ്, അതിലും പ്രത്യേകിച്ച് ഒരു സാറ്റിസ്ഫാക്ഷനൊന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനാകെ വിഷമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവനാകെ ഇവനും ചെയ്തത് പരാജയമായിട്ട് മാറണം. ഇവൻ അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരനെയും കൊണ്ട് വന്നു. കൂട്ടുകാരനെയോട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അപ്പോൾ ചേട്ടത്തിയമ്മ ചോദിച്ചത് ആരാണ്? ഞങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ്, ചേട്ടത്തിയമ്മനെ പരിചയപ്പെടുത്താൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തിയമ്മയായിട്ട് പരിചയപ്പെടുത്തി അവനെ ഹാളിലിരുത്തി ചേട്ടത്തിയമ്മേനെയും കൊണ്ട് അവൻ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ചേട്ടത്തിയമ്മ ഇന്നലെ ഞാൻ ചെയ്തിട്ട് ചേട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനെ ചെയ്തതും പോലെ തന്നെയാണ് ചേട്ടത്തിയമ്മ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചേട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചേട്ടത്തിയമ്മയ്ക്ക് സുഖമായി തരണമെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ടോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നത്, കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 3 പേർക്കും കൂടി ഇത് ചെയ്യാം. അപ്പം എൻ്റെ കഴിയുമ്പോൾ അവനും കൂടി ചെയ്യുമ്പോൾ ചേട്ടത്തിയമ്മയ്ക്ക് അത് പരിപാടി ഓക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ചേട്ടത്തിയമ്മ സമ്മതിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ, എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് കൊണ്ടുവന്നിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ചേട്ടത്തിയമ്മയ്ക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ട്, ഇത് സാറ്റിസ്ഫാക്ഷൻ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് അവനും ആരോടും പറയില്ല, ആരും അറിയുമില്ല. ചേട്ടത്തിയമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റേതായുള്ള രതിമൂർത്തിയിൽ എത്താനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ചേട്ടത്തിയമ്മ സഹകരിക്കണം. അപ്പം കുറേ പറഞ്ഞപ്പോൾ ഇവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവൾ പറഞ്ഞു, ശരിയെന്നാ നീ ഇങ്ങനെ പറഞ്ഞാലെങ്കിൽ ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൂട്ടുകാരനെ വിളിക്കണേ. ഒരു 3 പേരും നൂല് വസ്ത്രം ഇല്ലാണ്ട് ഒരാളുടെ പരിപാടി കഴിഞ്ഞിട്ട് അത് പോരാണ്ട് വരുമ്പോൾ മറ്റവനും കൂടി പരിപാടി ചെയ്തപ്പോൾ ഇവൾക്ക് സാറ്റിസ്ഫാക്ഷനായി, അടിപൊളിയായി, ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവൾ പറഞ്ഞു, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഈ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്, ഇത് കിട്ടാണ്ടാവുമ്പോൾ ഒരു പ്രാന്താണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് അവളും പറഞ്ഞു. അപ്പോൾ ഓരോ ജീവിതം പോകുന്ന പോക്കുകൾ നോക്ക്. നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് കിട്ടാണ്ടത് പലതും കിട്ടാണ്ടാവുമ്പോഴാണ് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പല രീതിയിൽ ചാടി പോണതും വേലി ചാടുന്നതും മറ്റുള്ള കാര്യങ്ങളും. ഇതാരും കുറ്റമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ കുറ്റമാണ്. ദൈവമാണല്ലോ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെയാണല്ലോ ആവശ്യങ്ങൾ വരുന്നത്. അതിൻ്റെയൊക്കെ ഓരോ ആവശ്യങ്ങൾ ഓരോ കാരണങ്ങൾ വെച്ച് നോക്കണമെന്ന് മാത്രം നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.